നമസ്കാരം. പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സങ്കീർണതയുള്ള ഗർഭാവസ്ഥയുള്ള സ്ത്രീകളുടെ എണ്ണം കൂടുതലാണിപ്പോൾ. വിട്ടുമാറാത്ത ചില രോഗങ്ങളുള്ളവരിലും ഒരേ സമയം ഒന്നിലധികം കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുന്നവരിലും സങ്കീർണതകൾക്ക് സാധ്യത കൂടുതലാണ്. പ്രത്യേക കരുതൽ ആവശ്യമായ ഹൈ റിസ്ക് പ്രഗ്നൻസിയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടറോട് ചോദിക്കുന്നത്. കോഴിക്കോട് മേത്ര ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സന്ധ്യ പ്രദീപ് ചേരുന്നു. ഡോക്ടർ സ്വാഗതം. നമസ്കാരം മാം. ഡോക്ടർ, ഇപ്പോൾ മുൻപൊക്കെ നമ്മൾ കരുതിയിരുന്ന പോലെ വളരെ സ്വാഭാവികമായ ഒരു ശാരീരിക അവസ്ഥയായി പ്രഗ്നൻസിയെ ഇപ്പോൾ കണക്കാക്കാൻ പറ്റില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? സങ്കീർണതയുള്ള പ്രഗ്നൻസി ഉള്ളവരുടെ എണ്ണം കൂടുകയാണോ? സങ്കീർണതയുള്ള പ്രഗ്നൻസി അഥവാ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞ അതിൻ്റെ എണ്ണം ഇപ്പോൾ ഒരുപാട് കൂടി വരുന്നുണ്ട്. ബേസിക്കലി ഇപ്പോഴത്തെ ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കാരണം പ്രഗ്നൻസി ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ദാറ്റ് ആ ലേഡി ഈസ് ഗോയിങ് ഇൻ ഫോർ എ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നുള്ളത്. ഏത് പ്രഗ്നൻസിയിലാണോ അത് ഏതെങ്കിലും രീതിയിൽ അമ്മയുടെയോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെയോ ആരോഗ്യത്തെ ബാധിക്കുന്നത്, അങ്ങനെയുള്ള പ്രഗ്നൻസീനെയാണ് നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഈ ഹൈ റിസ്ക് പ്രഗ്നൻസീസ് യൂഷ്വലി നമ്മൾ രണ്ട് രീതിയിൽ വരാം. അതായത് ഒന്നെങ്കിൽ അമ്മ ഗർഭിണി ആവുന്നതിൻ്റെ മുന്നേ തന്നെ അമ്മയ്ക്കുള്ള ചില ശാരീരികമായ പ്രശ്നങ്ങൾ, ചില ശാരീരികമായ അവസ്ഥകൾ അവർ പ്രഗ്നൻ്റ് ആകുമ്പോൾ ആ പ്രഗ്നൻസിയെ ഹൈ റിസ്ക് ആക്കി മാറ്റുന്നു. മറ്റേത് പ്രഗ്നൻ്റ് ആയതിനു ശേഷം, അതുവരെ വളരെ നോർമൽ റിസ്ക് ആയിരുന്ന ഒരു ലേഡി പ്രഗ്നൻ്റ് ആയതിനു ശേഷം അവർക്ക് ആ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കൊണ്ട് അതൊരു ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിട്ട് മാറാം. അതിൽ ആദ്യത്തെ ഭാഗത്തിൽ, അതായത് ഓൾറെഡി അമ്മയ്ക്ക് ഓൾറെഡി കുറച്ച് ഹൈ റിസ്ക് പ്രോബ്ലംസ് ഉള്ള കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ കാണുന്നതാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ്. അത് കേരളയിൽ വളരെ കൂടുതലായിട്ട് സ്ത്രീകളിൽ ഇപ്പോൾ കാണുന്ന ഒരു കണ്ടീഷനാണ്. അത് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടായിരിക്കാം. ഡയബറ്റീസ് ഈവൻ പണ്ട് പ്രമേഹം എന്ന് പറയുന്നത് പ്രായമായവരിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു അസുഖമായിരുന്നു. ഇപ്പോൾ വളരെ ചെറുപ്പക്കാരിൽ ഒരു 25-30 വയസ്സിന് ശേഷം പ്രമേഹം വളരെ സാധാരണയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അവർക്ക് പ്രഗ്നൻസിയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ്, അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപാട് കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊരു ഹൈ റിസ്ക് ഫാക്ടറാണ് ഓൾറെഡിയുള്ള രക്താതി സമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി ഹൈപ്പർ ടെൻഷൻ ഉള്ള ലേഡീസ് പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അവർക്ക് പ്രഗ്നൻസിയിൽ കുട്ടിക്ക് വളർച്ചക്കുറവ്, നേരത്തെ ഉള്ള പ്രസവ സമയത്ത് പ്രഷർ കൂടി ഷൂട്ടപ്പ് ചെയ്തിട്ട് മറ്റു പല അവസ്ഥകളുണ്ടാവുക, അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവുന്നതാണ്. പിന്നെ ഓൾറെഡി കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള സ്ത്രീകൾ, ഓൾറെഡി കരൾ സംബന്ധമായ അസുഖമുള്ള ആൾക്കാർ, പിന്നെ ചെറുപ്പകാലത്ത് ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് വാതരോഗത്തിൻ്റെ അസുഖം ഉണ്ടായി, രക്തവാതത്തിൻ്റെ അസുഖമൊക്കെ ഉണ്ടായി, ഹാർട്ടിന് ചെറിയ വാൽവോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ വാൽവിന് എന്തെങ്കിലും സർജറിയോ ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ, പിന്നെ ഒരുപാട് കാലം ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കാണുന്നൊരു കണ്ടീഷനാണ്. ഇപ്പോൾ ഒരുപാട് കാലത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം പ്രഗ്നൻ്റ് ആവുന്ന ആൾക്കാർ, ഇതെല്ലാം ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന വിഭാഗത്തിൽ പെടുന്നു. മറ്റൊരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ഹൈ റിസ്ക് ഫാക്ടറാണ് ഒബീസിറ്റി അഥവാ അമിതവണ്ണം. യൂഷ്വലി നമുക്ക് എല്ലാവർക്കും അറിയാം BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഐഡിയൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ അത് ഒരു 18.9-ൻ്റെയും 25-ൻ്റെയും ഉള്ളിൽ നിൽക്കണം. 25-ൻ്റെ മുകളിലേക്ക് BMI പോകുമ്പോൾ അവർ ഓവർ വെയ്റ്റ് എന്ന ഒരു പട്ടികയിലേക്ക് നമുക്ക് അവരെ കടത്താൻ സാധിക്കും. അത് പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറയാം. പക്ഷേ BMI 30-ൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് ഒബീസിറ്റി അഥവാ അമിതവണ്ണം എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് എത്തുന്നു. ഒബീസിറ്റി ഉള്ള ആൾക്കാർ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ഒന്നാമത് അവർക്ക് പ്രഗ്നൻസി ആവാൻ നല്ല ഡിലേ ഉണ്ടാകും. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഒരുപാട് കൂടുതലാണ്. ഇനി മറ്റു വിഭാഗം, ഇതൊന്നുമില്ല, പറയൂ ഡോക്ടർ പറഞ്ഞോളൂ. ഓക്കെ. ഇനി ഇതുപോലെ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഈ സംസാരിച്ച കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പേഷ്യൻ്റ് ഒരു നോർമൽ റിസ്ക് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്. പിന്നെ മെറ്റേണൽ ഏജ്, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അമ്മയുടെ പ്രായം, പ്രഗ്നൻ്റ് ആവുമ്പോഴുള്ള അമ്മയുടെ പ്രായം പ്രഗ്നൻസിയുടെ റിസ്കിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ചെറിയ പ്രഗ്നൻസി, അതായത് ടീനേജ് പ്രഗ്നൻസി, എനി പ്രഗ്നൻസി ബിലോ 20 years ഓഫ് ഏജ്, അത് ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിട്ട് കണക്കാക്കണം. അതുപോലെ 35 വയസ്സിൻ്റെ മുകളിലുള്ള പ്രഗ്നൻസിയും ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ആ ഒരു സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ പ്രഗ്നൻസിയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്.
ഇനി ഇതൊന്നുമില്ല, ഒരു നോർമൽ ഫീമെയിൽ, അവർക്ക് വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസോ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല, വളരെ സാധാരണ രീതിയിലുള്ള ഒരു സ്ത്രീ ഗർഭിണിയാവുകയാണ്. പക്ഷേ വൺസ് പ്രഗ്നൻ്റ് ആയതിനു ശേഷം അവരുടെ ശരീരത്തിൽ വരുന്ന അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ വരുന്ന ചില കോംപ്ലിക്കേഷൻസും പ്രഗ്നൻസിനെ നമ്മൾ ഹൈ റിസ്ക് ആക്കി മാറ്റും. അത് നമ്മൾ സർവ്വസാധാരണമായി കേൾക്കുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഷുഗർ, പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന പ്രഷർ. ഇത് രണ്ടും പ്രഗ്നൻസിയെ നമ്മൾ ഹൈ റിസ്ക് പ്രഗ്നൻസി. ഡോക്ടർ, നമുക്ക് എറണാകുളത്ത് നിന്ന് റംഷാദ് എന്ന പ്രേക്ഷകൻ കോളിലുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. ചോദിച്ചോളൂ. ഹലോ, എന്റെ വൈഫിന്റെ പറയൂ. എന്റെ വൈഫിന്റെ ഫസ്റ്റ് സ്കാൻ കഴിഞ്ഞായിരുന്നേ. സ്കാൻ കഴിഞ്ഞപ്പോ ജസ്റ്റേഷൻ സാക്ക് 10 mm പിന്നെ യോഗ് സാക്കും പ്രസന്റ് ആയിട്ടുണ്ട്. ഫീറ്റൽ പോൾ ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല. 6 week 5 days ആണ് ജസ്റ്റേഷൻ ഏജ് കാണിച്ചേക്കണത്. പിന്നെ ഇൻട്രായൂട്രൈൻ പ്രഗ്നൻസി 5 week 3 days എന്നാണ് ഇത്. ഈ ഹാർട്ട് ബീറ്റ് വരാൻ പോസിബിലിറ്റി വല്ലതും ഉണ്ടോ? ഓക്കെ. സാക്ക് പീരീഡ്സ് സാധാരണ റെഗുലർ ആണോ വൈഫിന്? പീരീഡ്സ് ഡേറ്റ് അതായത് തീയതി അല്ല, മാസം കറക്റ്റാവും. പിന്നെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. 10-15 ദിവസമൊക്കെ മാറ്റം വരാറുണ്ടോ? ഇല്ല, ഒരു 5-6 ദിവസം അങ്ങനെയൊക്കെ അത്യാവശ്യം മാറ്റം വരാറുള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ. യൂഷ്വലി ഈ സാക്ക് റെഗുലർ സാക്ക് എന്നാണോ എഴുതിയിരിക്കുന്നത്, അതോ സാക്കില്? ഇല്ല, യൂഷ്വലി റെഗുലർ സാക്ക്, ജസ്റ്റേഷനിലെ സാക്ക് 10 mm, യോഗ് സാക്ക് കണ്ട് പ്രസന്റ്, ഫീറ്റൽ പോൾ ആബ്സെന്റ്, കാർഡിയാക് പോൾ പ്രസന്റ് ആണ്, ഫീറ്റൽ പോളും. ആയിക്കോട്ടെ. ഇപ്പൊ നമുക്ക് 6 weeks 5 days നമുക്ക് 100% ആയിട്ട് ആയിക്കോട്ടെ. 6 weeks 5 days നമുക്ക് ഏർലി ആണ്, അതായത് നമുക്ക് ഹാർട്ട് ബീറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അടുത്തൊരു സ്കാനിങ് ഒരു 1 week to 10 days കഴിഞ്ഞിട്ട് ഒരു സ്കാനിങ് കൂടെ എടുക്കാൻ പറയും. ആ ഒരു 1 week കഴിഞ്ഞിട്ടുള്ള സ്കാനിങ്ങിൽ ഇപ്പോൾ 6 weeks 5 days കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച, അപ്പോൾ അതായത് 7 weeks 5 days കാർഡിയക് ആക്ടിവിറ്റിയും ഫീറ്റൽ പോളും വരികയാണെങ്കിൽ ആ പ്രഗ്നൻസിക്ക് പ്രോബ്ലം ഒന്നുമില്ല. അതായത് ഒരു ഡിലേഡ് കൺസെപ്ഷൻ ആയിരിക്കും, നമ്മൾ വിചാരിച്ച ഡേറ്റിലായിരിക്കില്ല പ്രഗ്നൻസി ആയിട്ടുണ്ടാവുക, അത്രേ ഉള്ളൂ. ഇനി അതല്ല, ഓൾറെഡി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരു 1 week കഴിഞ്ഞ് നമ്മൾ സ്കാനിങ് എടുക്കുമ്പോഴേക്കും ഓൾറെഡി ഇതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും സൈസ് കുറയാണ് ചെയ്യുക സാക്ക്. റംഷാദ് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. തിരുവനന്തപുരത്ത് നിന്ന് രാജലക്ഷ്മി കൂടിയുണ്ട്. മാം, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ മാഡം, എൻ്റെ മകന് 31 വയസ്സായി. പറഞ്ഞോളൂ. എൻ്റെ മകന് 31 വയസ്സായി, ഇവര് കുഞ്ഞുങ്ങളായിട്ടില്ല. അപ്പോൾ അവന് പിന്നെ കാണിച്ചാൽ കൗണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അവൻ എന്ത് മരുന്ന് കഴിക്കണം? കാരണം വെച്ച് കഴിഞ്ഞാൽ മരുമോക്ക് പ്രശ്നം എന്ന് പറയുന്നത് വെയിറ്റ് കൂടുതൽ, ഓവർ വെയിറ്റ് ആണ് അവർക്ക്. ഓക്കെ, ഈ ഓവർ വെയിറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ. ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്ന് പറയുമ്പം രണ്ടുപേരും, അതായത് ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ട്രീറ്റ്മെൻറ്റിന് പോകേണ്ടതാണ്. ഒരുമിച്ച് പോയി കണ്ട്, ഇതിലിപ്പം വൈഫിന് വെയിറ്റ് കൂടുതലുണ്ട്, അപ്പോൾ അതിനുള്ള ഒരു മെത്തേഡ്സ്, അതായത് എന്തുകൊണ്ടാണ് ആ വെയിറ്റ് കൂടുതലുള്ളതിൻ്റെ കൂടെ PCOD അങ്ങനത്തെ എന്തെങ്കിലും പ്രഗ്നൻസി ആവാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഹസ്ബൻഡിൻ്റെ കൗണ്ട് കുറവാണെങ്കിൽ അതൊരു ഫാക്ടറാണ്, പ്രഗ്നൻസി ആവാതിരിക്കാനുള്ളൊരു മെയിൻ ഫാക്ടറാണ്. അത് യൂഷ്വലി പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അത് നമ്മൾ സാധാരണഗതിയിൽ ഒന്നെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുക. അത് കഴിഞ്ഞിട്ട് അവരൊരു യൂറോളജിസ്റ്റിൻ്റെ ആവശ്യം അല്ലെങ്കിൽ യൂറോളജിസ്റ്റിൻ്റെ സഹായം വേണമെങ്കിൽ അവർ അങ്ങോട്ടേക്ക് വിടും. അത് കഴിഞ്ഞ് അവർ നോക്കിയിട്ട് എന്ത് കാരണം കൊണ്ടാണ്, ചിലപ്പോൾ വെരിക്കോസീൽ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, അവിടുത്തെ ഞരമ്പുകളൊക്കെ തടിച്ചു വീങ്ങുന്ന ഒരു അസുഖമുണ്ട്, അത് കാരണമായിരിക്കാം കൗണ്ട് കുറയുന്നത്. അതാണെങ്കിൽ ഒരു ചെറിയ സർജറിയിലൂടെ അത് പൂർണ്ണമായി മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് അവരെ കൊണ്ട് കാണിച്ചിട്ട് അവർ പറയുന്ന രീതിയിൽ ചികിത്സ തേടുന്നതാണ് നല്ലത്. മാം, വിളിച്ചതിന് നന്ദി. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. എറണാകുളത്ത് നിന്ന് അഖിൽ കൂടിയുണ്ട്. അഖിൽ, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. ഡോക്ടറോട് ചോദിച്ചു. ഹലോ, നമസ്കാരം, പറയൂ. എന്റെ ആദ്യത്തെ കുട്ടിക്ക് ഇപ്പൊ 1 വയസ്സും 3 മാസമായി. അപ്പൊ ഇപ്പൊ വൈഫ് ഇപ്പം 4 മാസം പ്രഗ്നന്റ് ആണ്. അപ്പൊ ആദ്യത്തേത് സിസേറിയൻ ആയിരുന്നു. അപ്പോ ഇതിപ്പം ഏർലി പ്രഗ്നൻസിയിലല്ലേ വരുന്നേ, അപ്പോ അത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ എന്നൊന്ന് അറിയണമായിരുന്നു. എന്നുവെച്ചാല് ഇപ്പൊ വളരുന്ന കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്നുള്ളതാണോ, അതോ
വൈഫിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് അതോ ഇത് സിസേറിയൻ ഡെലിവറി തന്നെ ആകുമോ? അതെ, ഇത് രണ്ടാമത്തത് എന്തായാലും സിസേറിയൻ ആയിരിക്കുമല്ലോ. ആദ്യത്തേത് സിസേറിയൻ ആണെങ്കിൽ രണ്ടാമത്തേത് നിർബന്ധമായിട്ടും സിസേറിയൻ ആവണമെന്നില്ല. നമുക്ക് 2 പ്രഗ്നൻസീസ് തമ്മിൽ ഒരു 3 വർഷത്തെ ഗ്യാപ്പും പിന്നെ ആ സമയത്ത് കുട്ടിയുടെ വളർച്ച അധികം ഓവർ വളർച്ചയോ അല്ലെങ്കിൽ വളർച്ച കുറവോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല, കുട്ടി ഇറങ്ങി വരാനുള്ള വഴിയെല്ലാം ഓക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആദ്യത്തെ ഒരു സിസേറിയൻ കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിപ്പം 1 വയസ്സും 4 മാസവും അല്ലേ മൂത്ത കുട്ടിക്കായത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഓൾറെഡി 4 മന്ത്സ് പ്രഗ്നൻ്റ് ആണ്. അപ്പം യൂഷ്വലി അമ്മയ്ക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പോഷകക്കുറവ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വൈഫിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കണം. അയണും കാൽസ്യവും ടാബ്ലറ്റ്സ് വളരെ റെഗുലർലി കഴിക്കണം. ഓൾറെഡി മൂത്ത കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് കാൽസ്യത്തിൻ്റെ അളവ് കുറയാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ വളരുന്ന കുഞ്ഞിനെയും അമ്മയുടെയും കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞിരുന്നാൽ അത് അമ്മേനെയും ബാധിക്കും, വളരുന്ന കുഞ്ഞിനെയും ബാധിക്കും, ഈ മുലപ്പാൽ കുടിക്കുന്ന കുട്ടീനെയും ബാധിക്കും. അപ്പോൾ കാൽസ്യം വൈറ്റമിൻ ഡി അളവ് നല്ല രീതിയിൽ ഒന്ന് നോക്കി അതിനുള്ള ടാബ്ലറ്റ്സ് റെഗുലർലി കഴിക്കുക. ഭക്ഷണത്തിലാണെങ്കിലും പാല്, മുട്ട, എന്താ പറയുക, റാഗി ഈ വക സാധനങ്ങൾ ഭക്ഷണത്തിൽ നന്നായി ഉൾപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അഖിൽ വിളിച്ചൊരു നന്ദി. നമുക്ക് ഖത്തറിൽ നിന്ന് റാഷിദ് കൂടിയുണ്ട്. റാഷിദ്, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, ചോദിച്ചോളൂ. ഹലോ, പറയൂ. യെസ് ഡോക്ടർ, എൻ്റെ വൈഫിന്റെ ഫസ്റ്റ് പ്രഗ്നൻസി ആണ്. 24 years ഓൾഡ് ആണ് വൈഫ്. അപ്പം ഇപ്പൊ 37 weeks ആയി. ഷുഗറിന്റെ ഇപ്പോ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. എന്ന് വെച്ചാല് ബിഫോർ ഫാസ്റ്റിംഗില് 94 ഒക്കെ വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം 128 ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ ദോഹയിലാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ടാബ്ലറ്റ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവാതെ ഏതെങ്കിലും രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാവോ ഡെലിവറിക്കും കുട്ടിക്കും, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു ഡോക്ടർ. ഓക്കെ, ഈ പ്രഗ്നൻസിയിൽ ഈ ലാസ്റ്റ് മന്തിൽ വരുന്ന ഷുഗർ എന്ന് വെച്ചാൽ ഇപ്പം 94ഉം 128ഉം, അതായത് വെരി ബോർഡർ ലൈൻ എലിവേഷനെ പറയാനുള്ളൂ. നമ്മൾ പ്രഗ്നൻസിയിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 90യുടെ താഴെയും ഭക്ഷണം കഴിച്ചിട്ട് 2 hours 120യുടെ താഴെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുക. പ്രഗ്നൻസിയിൽ ടുവേർഡ്സ് ലാസ്റ്റ് മന്ത് എസ്പെഷ്യലി ഷുഗർ കൂടുമ്പോൾ എന്തുണ്ടാവുകയെന്ന് വെച്ചാൽ ബേബിയുടെ സൈസ് ഭയങ്കരമായിട്ട് കൂടും. അതേപോലെ ഉള്ളിലത്തെ ഫ്ലൂയിഡ്, നമ്മൾ ഈ കുട്ടി കിടക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതിൻ്റെ അളവും കൂടും. അത് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ നേരത്തെ വെള്ളം പൊട്ടിപ്പോവാനും അങ്ങനെയുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ ബേബിയുടെ വെയിറ്റ്, എസ്പെഷ്യലി ബേബിയുടെ ഷോൾഡർ ഭാഗത്തേക്കാണ് ആ ഡെപ്പോസിഷൻ ഓഫ് വെയിറ്റ് അല്ലെങ്കിൽ ഫാറ്റ് വരിക. അപ്പോൾ നോർമൽ ഡെലിവറി നമ്മൾ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹെഡ് വന്നതിന് ശേഷം ഷോൾഡർ വരാൻ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവാം. അതുകൊണ്ട് ആ ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ടാബ്ലറ്റ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതായത് ബ്ലഡ് ഷുഗർ വളരെ നോർമൽ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ ഈ വക നമ്മൾ മാക്രോസോമിയ എന്ന് പറയും, ബേബിക്ക് സൈസ് കൂടുക, അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. പ്രഗ്നൻസിയിൽ ഷുഗറിൻ്റെ ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ട് അമ്മയ്ക്കോ കുഞ്ഞിനോ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. ഷുഗർ കൂടിയിരുന്നാലാണ് ദോഷങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഷുഗർ വളരെ സ്ട്രിക്റ്റ് കൺട്രോളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. റാഷിദ്, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു ഇടവേളയ്ക്ക് സമയമായി വളരെ വേഗം തിരിച്ചെത്താം. തുടരുന്നു. സങ്കീർണതയുള്ള ഗർഭാവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കുന്നത്. കോഴിക്കോട് മേത്ര ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സന്ധ്യ പ്രദീപാണ് നമുക്കൊപ്പമുള്ളത്. ഡോക്ടർ തുടക്കത്തിൽ തന്നെ സങ്കീർണതകൾക്ക് കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിലൊരു പ്രധാന കാരണം അമ്മമാരിലെ ഡയബറ്റീസ് ആണ്. പ്രമേഹമുള്ള സ്ത്രീകളിൽ അവർക്ക് നൽകാവുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? എത്തരത്തിലാണ് അവരവരുടെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യേണ്ടത്? പ്രഗ്നൻസിയുടെ മുമ്പ്, അതായത് ഓൾറെഡി ഒരു പ്രമേഹമുള്ള അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു ലേഡി ഐഡിയലി ഒരിക്കലും ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസിയിലേക്ക് പോകരുത്. ദേ ഷുഡ് ഓൾവേസ് ഗോ ഫോർ എ പ്ലാൻ പ്രഗ്നൻസി. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇപ്പോൾ നമ്മൾ ഷുഗറിൻ്റെ അളവ് ഒരു കഴിഞ്ഞ ലാസ്റ്റ് 3 മാസത്തെ അളവുകൾ നോക്കുന്ന ഒരു HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റാണ് നമ്മളിപ്പം നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ കൺട്രോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ HbA1c 6.2 എങ്കിലുമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പ്രഗ്നൻസിയിൽ ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു ലെവൽ എത്തിയതിന് ശേഷം അവർ പ്രഗ്നൻസിയെ പറ്റി ആലോചിക്കാൻ പാടുള്ളൂ. പിന്നെ അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ ഉടനെ തന്നെ അവരെ കാണിക്കുന്ന ഡോക്ടറുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് അവരിപ്പോൾ കഴിക്കുന്ന ചില മരുന്നുകൾ പ്രഗ്നൻസിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ അത് മാറ്റി പ്രഗ്നൻസിയിൽ സേഫായിട്ട് കഴിക്കാവുന്ന മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻസിലേക്ക് കൺവേർട്ട് ചെയ്ത്
പിന്നെ ഫോളിക് ആസിഡ് നമ്മൾ അതിൻ്റെ ഒരു ഏത് പ്രഗ്നൻസിയും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു 2 to 3 months മുന്നേ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ്സും കഴിച്ച് അവർക്ക് അമിതവണ്ണോ BMI കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നല്ലപോലെ എക്സസൈസും കാര്യങ്ങളും ചെയ്ത് BMI ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് ഒരു വളരെ പ്ലാൻ രീതിയിൽ പ്രഗ്നൻസിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് പ്രഗ്നൻസി മുന്നോട്ട് പോകാൻ സാധിക്കും. ഡോക്ടർ, നമുക്ക് തലശ്ശേരിയിൽ നിന്ന് പിന്നെ നോർമൽ ആയിട്ടുള്ള പേഷ്യൻസിന് ഉള്ളതിനെക്കാട്ടിലും ഡോക്ടർ ഒന്ന് ഇടപെട്ടോട്ടെ. നമുക്ക് തലശ്ശേരിയിൽ നിന്ന് ഷഹാന ഉണ്ട് കോളില്. ഷഹാന, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചു. പറഞ്ഞോളൂ. പിന്നെ മാഡം, ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, എനിക്ക് പ്രഗ്നൻസി ആയിട്ട് 1.5 മാസം കഴിഞ്ഞല്ലോ സ്കാനിങ് ചെയ്തല്ലോ. പിന്നെ ഹാർട്ട് ബീറ്റിന് ഒരു കുഴപ്പമില്ല, കുട്ടിക്ക് നോർമലാന്ന് പറഞ്ഞ്. പിന്നെ ചെറിയൊരു അടയാളത്തിൽ ബ്ലീഡിങ് ഉണ്ടേനു. പറയത്തക്ക ബ്ലീഡിംഗ് ഒന്നുമില്ല. നമ്മളെ വജൈനൽ ഡിസ്ചാർജിലൂടെ ചെറിയൊരു ബ്ലഡിന്റെ കള. പക്ഷെ പിന്നെ പറയുന്നിട്ടു 7 വീക്സിലായാലോ പിന്നെ 2 മാസം പൂർത്തിയായാലോ സ്കാനിങ് ചെയ്താലോ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല എന്നുള്ളത്. അത് എന്താ മേഡം അങ്ങനെ സംഭവിക്കാൻ കാരണം? ഷഹാനയുടെ ഇത് ആദ്യത്തെ പ്രഗ്നൻസി ആണോ? അല്ല, എന്റെ 3ാമത്തതാണ്. ഇതിനു മുന്നേ ഇതേപോലെ പ്രഗ്നൻസി ഉണ്ടായി അബോർഷൻ ആയിട്ടൊന്നും ഇല്ലല്ലോ? ഉണ്ട്. എനിക്ക് പിന്നെ 5 അബോർഷൻ ആയി പോയിനേനു. പിന്നെ ഇതേപോലെ പ്രഗ്നൻസി ആയി കഴിഞ്ഞാല് ഇങ്ങനെ സ്കാനിങ്, ഫസ്റ്റ് സ്കാനിങ്ങില് ഇടിപ്പില്ല എന്ന് പറഞ്ഞിട്ടാണ് അധികം DNC ചെയ്യല്. ഓക്കെ. ഷബാനയ്ക്ക് കുട്ടികളുണ്ടോ ഇപ്പം? 2 കുട്ടികളുണ്ട്. ഓക്കെ. ഇങ്ങനെ പ്രഗ്നൻസിയിൽ ഹാർട്ട് ബീറ്റ് കണ്ടതിന് ശേഷം പിന്നെ ഹാർട്ട് ബീറ്റ് പോകുന്നത് 1 or 2 പ്രാവശ്യമാണെങ്കിൽ നമുക്കതൊരു മേജർ കോംപ്ലിക്കേഷനായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓൾറെഡി ഉണ്ടായ ഗർഭം ആരോഗ്യമില്ലാത്തൊരു ഗർഭമാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഹാർട്ട് ബീറ്റ് ഇല്ലാതെ ആയി പോകും. അതല്ല, മൾട്ടിപ്പിൾ പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ഉണ്ടായി വളർച്ചയും കറക്റ്റായിട്ട് കാണിച്ച് പിന്നെ ഒരു 8 ആഴ്ച അല്ലെങ്കിൽ 9-10 ആഴ്ച ആകുമ്പോൾ പ്രഗ്നൻസി ബ്ലീഡിംഗ് ആയി അലസി പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് രക്തം കട്ട പിടിക്കുക, ഓവറായിട്ട് കുട്ടിയുടെ രക്തക്കുഴലുകൾ, കുട്ടി ആ സമയത്ത് നമ്മുടെ ഫീറ്റസ് ഉണ്ടാവുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ചെറിയ രക്തക്കുഴലുകൾ ഉണ്ടാവുന്ന രക്തക്കുഴലുകളിലേക്ക് ബ്ലഡ് ഓവറായിട്ട് കട്ട പിടിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാം. അതിന് നമ്മൾ കുറച്ച് ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയും, പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്ന ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് ഷഹാന. അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ തൊട്ട് തന്നെ ഒരു ആസ്പിരിൻ അല്ലെങ്കിൽ എക്കോസ്പിരിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റും പിന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും നമ്മുടെ ടെസ്റ്റിൽ ഏതെങ്കിലും ആൻറ്റിബോഡി ഏതെങ്കിലും പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ ഒരു പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് 34 ആഴ്ച വരെ ഒരു ഹെപ്പാരിൻ ഇഞ്ചക്ഷനും എടുത്താൽ പ്രഗ്നൻസിയിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഒരു ഡോക്ടറെ കൊണ്ടേ കാണിക്കൂ. അവർ ഈ ടെസ്റ്റുകൾ ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആ മരുന്നുകൾ പറഞ്ഞു തരും. ഷഹാന വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് സമയം അവസാനിക്കുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാറുണ്ട്. മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശദമായി തുടരാവുന്നതാണ്. വളരെയധികം നന്ദി. വളരെ വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പ്രോഗ്രാം അവസാനിക്കുന്നു.